ഇനിയൊരു ജില്ല ഉണ്ടാകുന്നെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കും. ഒരു മൂവാറ്റുപുഴ ജില്ല എന്നുള്ള വിഭജനത്തിന്റെ പ്രാധാന്യം എന്താണ്? മൂവാറ്റുപുഴ ജില്ല എൻ്റെ സ്വപ്നമാണ്. UDF ചർച്ചയ്ക്ക് വെക്കുമ്പോഴാണ് ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ടാകുന്നത്. ശ്രീ കെ കരുണാകരനാണ് അദ്ദേഹം ഈ പത്തനംതിട്ട ജില്ല ഉണ്ടാക്കുന്ന സമയത്ത്, അന്ന് മൂവാറ്റുപുഴ ജില്ല വേണമെന്നുള്ള വലിയ മുറവിളി നടക്കുന്നൊരു സമയമാണ്. അതിനുവേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പരിഗണിച്ചിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞു. പിന്നെ ഗവൺമെൻറ് മാറി, ഞാനും മാറി. പിന്നെ അതാരും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കാര്യമായിട്ട് അത് ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ കാലമായിരുന്നു. ഇടതുപക്ഷം അന്നും ഇന്നും ഇതുവരെ അതിന് പൂർണ്ണമായിട്ടും ഒരു മനസ്സ് വെച്ച് അതിന് കൂടെ നിന്നിട്ടില്ല. നമ്മുടെ കളക്ടർമാരൊന്നും, ഞാനിപ്പോഴും ഞാൻ പറയാം, എറണാകുളം ജില്ലയുടെ കിഴക്കൻ ബെൽറ്റിൽ അവർ കണ്ടിട്ട് പോലുമില്ല പല കളക്ടർമാരും. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കുന്നതിനെ പറ്റി, വിഭജനത്തെ പറ്റി ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഒരു മൂവാറ്റുപുഴ ജില്ല എന്നുള്ള വിഭജനത്തിന്റെ പ്രാധാന്യം എന്താണ്? ഈ മൂവാറ്റുപുഴയുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ ജില്ല എൻ്റെ സ്വപ്നമാണ്. സത്യത്തിൽ ഞാൻ MLA ആയിരുന്നു മൂവാറ്റുപുഴയുടെ. ഞാൻ MLA ആയിരുന്ന കാലത്ത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആയിരുന്നു മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കുക എന്നുള്ളത്. അന്ന് UDF ആണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായും എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിലും നമ്മുടെ പാർട്ടിയിലും UDF ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പരിധി വരെ ഞാൻ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് അത് അംഗീകരിപ്പിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു KPCCയുടെ പ്രസിഡന്റ് വന്ന്. അത് UDF വെക്കാനിരുന്നതാണ്. UDF ചർച്ചയ്ക്ക് വെക്കുമ്പോഴാണ് ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ടാകുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് പണ്ട് 1982 ശ്രീ കെ കരുണാകരനാണ് അദ്ദേഹം ഈ പത്തനംതിട്ട ജില്ല ഉണ്ടാക്കുന്ന സമയത്ത്, അന്ന് മൂവാറ്റുപുഴ ജില്ല വേണമെന്നുള്ള വലിയ മുറവിളി നടക്കുന്നൊരു സമയമാണ്. അതിനുവേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പരിഗണിച്ചിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞു, ഇനിയൊരു ജില്ല ഉണ്ടാകുന്നെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അത് ഒരു യോഗത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് വെച്ചുകൊണ്ട് അന്ന് ഒരു കമ്മീഷനൊക്കെ വെച്ചു. അപ്പോൾ ആ കമ്മീഷൻ്റെ അന്ന് ബാബു പോളിൻ്റെ കമ്മീഷനായിരുന്നു. അപ്പോൾ ബാബു പോൾ കമ്മീഷന് ഇതൊരു ജില്ല ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പഠനം നടത്തി. താലൂക്കുകൾ ഉൾപ്പെടെ വില്ലേജുകൾ ഉൾപ്പെടെ എല്ലാം ഡിവൈഡ് ചെയ്തൊരു ജില്ല തന്നെ, ജില്ലയുടെ ഒരു പൂർണ്ണ രൂപം തന്നെ പുള്ളി കമ്മീഷൻ റിപ്പോർട്ടായിട്ട് സമർപ്പിച്ചതാണ്. പക്ഷെ അത് പിന്നെ ഒന്നും ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല, മുന്നോട്ട് പോയിട്ടില്ല. 2011 ഞാൻ MLA ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് നിയമസഭയിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും പ്രൈവറ്റ് മെമ്പേഴ്സിൻ്റെ ദിവസമാണ്. അന്ന് ഗവൺമെൻറ്റിൻ്റെ നടപടിയൊന്നും ഉണ്ടാവില്ല. അന്ന് ഗവൺമെൻറ് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അന്ന് പ്രൈവറ്റ് മെമ്പേഴ്സിൻ്റെയാണ്. അപ്പം ഞങ്ങൾ ടോസ് ഇട്ടാണ് അവിടുത്തെ ഡേറ്റ് കിട്ടുന്നത്. അപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ടോസ് ഇട്ട് അന്ന് എനിക്ക് ഒരു ദിവസം ടോസ് എനിക്ക് കിട്ടി. അപ്പം നമുക്ക് ബില്ല് അവതരിപ്പിക്കാം, നമുക്ക് എന്തെങ്കിലും പ്രമേയങ്ങൾ അവതരിപ്പിക്കാം, നാടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ മൂവാറ്റുപുഴ ജില്ല വേണമെന്നുള്ളൊരു ബില്ല്, ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബില്ല് നമ്മൾ തയ്യാറാക്കി എന്നെ അവതരിപ്പിച്ചു. അന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കോതമംഗലം, പെരുമ്പാവൂര്, പിറവം, കുന്നത്തുനാട് MLA-മാരെല്ലാവരും അതിനകത്ത് സംസാരിച്ച് എല്ലാവരും മൂവാറ്റുപുഴ ജില്ലയ്ക്ക് ഒരു പരിധി വരെ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു ഡിസ്കഷൻ നടന്നു. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞു, നമുക്ക് ഒരു കമ്മീഷനൊക്കെ വെച്ച് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞത് അങ്ങോട്ട് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണമല്ലോ. പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടെങ്കിൽ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് പാർട്ടിക്കകത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് യോജിച്ചു. അങ്ങനെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി തത്വത്തിൽ നമുക്ക് ജില്ലാ രൂപീകരണത്തിൻ്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് സമ്മതിച്ചു. UDF വെക്കാൻ തീരുമാനിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ UDF വെക്കുന്ന സമയത്താണ് ഈ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നത്. ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ടായി. അപ്പോഴത്തേക്കും ഈ ബാബു പോൾ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ താലൂക്ക് ഫുള്ളായിട്ട് മൂവാറ്റുപുഴ വരുമായിരുന്നു. തൊടുപുഴ താലൂക്ക്, മൂവാറ്റുപുഴ താലൂക്ക്, കോതമംഗലം താലൂക്ക്, കുന്നത്തുനാടിൻ്റെ ഒരു ഭാഗം, കോട്ടയം ജില്ലയുടെ വെളിയന്നൂർ ഉൾപ്പെടുന്നൊരു ഭാഗം, ഇതെല്ലാം കൂടെ കൂടുന്നതായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ 82 പ്രപ്പോസൽ. ഒരു കാർഷിക ജില്ലയായിരുന്നു അന്നത്തെ പ്രപ്പോസൽ. പക്ഷെ പിന്നീട് അതിൻ്റെ ചരിത്രം, അതിൻ്റെ കാലം കറങ്ങി മാറിയപ്പോഴത്തേക്കും മൂവാറ്റുപുഴ അന്ന് വലിയ നഗരമാണ്. അന്ന് തൊടുപുഴയാണെങ്കിലും കോതമംഗലമാണെങ്കിലും പെരുമ്പാവൂരാണെങ്കിലും ഇതെല്ലാം ചെറിയ നഗരങ്ങളായിരുന്നു. അന്ന് മൂവാറ്റുപുഴയായിരുന്നു എറണാകുളം ജില്ലയിലെ 2ാമത്തെ നഗരം. അപ്പോൾ അതിൻ്റെ തലസ്ഥാനം അതായിരുന്നു. പിന്നീട് എല്ലാ നഗരങ്ങളും പകർന്നു. പിന്നെ അതിൻ്റെ പല സ്ഥലത്തെയും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം മാറി മാറി വന്നു. അപ്പോഴത്തേക്ക്
അപ്പോൾ അന്നത്തെ ഉണ്ടാക്കിയ ഒരു ഡിമാൻഡ് ഇടുക്കിക്കാരുടെ ഒരു കാര്യമുണ്ട്, തൊടുപുഴ അവിടെ നിന്ന് പോരാൻ പറ്റില്ല, തൊടുപുഴയിൽ പിന്നെ പോരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടുമ്പോൾ തമിഴ് പിന്നെ പോപ്പുലേഷന് കുറച്ചുകൂടെ അത് ഒരു സ്വാധീനം കൂടും ഇടുക്കിയുടെ ബാക്കിയുള്ള ജില്ലയുടെ ഇടുക്കിയുടെ ഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ തൊടുപുഴ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആർഗ്യുമെൻറ്റുകാരുടെ ഒരു പിന്നെ ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മുല്ലപ്പെരിയാറും കൂടെ ഉണ്ടായപ്പോൾ പിന്നെ അത് UDFിലേക്ക് പിന്നെ അതങ്ങോട്ട് പോയില്ല. പിന്നെ ഗവൺമെൻറ് മാറി, ഞാനും മാറി. പിന്നെ അതാരും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കാര്യമായിട്ട് അത് ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ കാലമായിരുന്നു. ഇടതുപക്ഷം അന്നും ഇന്നും ഇതുവരെ അതിന് പൂർണ്ണമായിട്ടും ഒരു മനസ്സ് വെച്ച് അതിന് കൂടെ നിന്നിട്ടില്ല ഈ മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കുന്നതിന്. മൂവാറ്റുപുഴ ജില്ലയുടെ ഒരു പ്രത്യേകത ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ചെറിയ ചെറിയ ഡിസ്ട്രിക്റ്റുകളാണ്. നമ്മുടെ കേന്ദ്ര പിന്നെ ധനകാര്യ കമ്മീഷനൊക്കെ പലപ്പോഴും ഈ ഫണ്ട് അലോട്ട്മെൻറ്റുകളൊക്കെ പലതും ജില്ലാ വൈസിൽ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പം നമുക്ക് ഒരു ജില്ല വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പല അലോട്ട്മെൻറ്റും ഡിസ്ട്രിക്റ്റ് വൈസായിട്ട് വരും, കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടും. ഈ എറണാകുളം ജില്ലയുടെ ഒരു പ്രത്യേകത വെച്ചാൽ വന്നിരിക്കുന്ന എറണാകുളം നഗരം എന്ന് പറയുന്നത് വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തു ഭയങ്കരമായിട്ട്. നമ്മുടെ പിന്നെ കളക്ടർമാരൊന്നും ഞാൻ പറയാം, എറണാകുളം ജില്ലയുടെ കിഴക്കൻ ബെൽറ്റിൽ അവർ കണ്ടിട്ട് പോലും ഇല്ല. പല കളക്ടർമാരും അങ്ങോട്ട് വരാറില്ല. അവർക്ക് എറണാകുളത്ത് എല്ലാ പ്രോജക്റ്റുകളും വരുന്നത് എറണാകുളം സിറ്റിയും ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട്, കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട അങ്ങോട്ട് ഇവർ ശ്രദ്ധിക്കുന്ന ഇതൊരു വലിയ കാർഷിക മേഖലയാണ്, വലിയ മേഖലയാണ്, വലിയ പിന്നെ കാർഷിക വിഭവങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നൊരു മേഖലയാണ്. പക്ഷെ അവിടെ ഒന്നും ഇവരാരും വരാറ് പോലുമില്ല. ഒന്നാമത് എറണാകുളം നഗരത്തിലാണ് കളക്ടറൊക്കെ താമസിക്കുന്നത്. ഈ നഗരത്തിൽ നിന്ന് ഇറങ്ങി അവിടെ കാര്യം ദൂരം അത്രയേ ഉള്ളെങ്കിൽ അവിടെ എത്തണമെങ്കിലത്തെ പാടത്രയാണെന്ന് പറയുമോ, ഇവരാരും വരാറുമില്ല. അത് ഞാൻ MLA ആയിരിക്കുന്ന കാലത്ത് മുതലുള്ള എൻ്റെ തർക്കമാണ്. കാരണം മേജർ പ്രോജക്റ്റുകൾ മുഴുവൻ എറണാകുളം നഗരത്തിൽ വെച്ചേ നടത്തുകയുള്ളൂ. ഞങ്ങളുടെ ഈ പിന്നെ മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, ഈ മേഖലയിലോട്ടൊന്നും ആരും വരാറില്ല. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കട്ടെ, ഒരു വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ വലിയൊരു സമ്മേളനം നടത്തട്ടെ, ഒരു പത്രപ്രവർത്തകർ പോലും അവിടെ വരാറില്ല. മൂവാറ്റുപുഴ നടക്കുന്നൊരു പരിപാടിക്ക് കേരളത്തിലെ പ്രധാന ചാനലിൽ ആരെങ്കിലും വരുന്നത് കണ്ടിട്ടുണ്ടോ? ആരും വരികയില്ല. ഇവരെല്ലാം ഇതെല്ലാം നഗര കേന്ദ്രീകൃതമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ വലിയ പരാതി നമുക്ക് ആ കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മൂവാറ്റുപുഴ പിന്നെ കേന്ദ്രീകരിച്ചൊരു കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ളൊരു ജില്ല വരണമെന്നുള്ള ഡിമാൻഡ് പണ്ടേ ഉണ്ടായത്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷനുള്ള പിന്നെ മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജില്ല എറണാകുളമാണ്. പിന്നെ എറണാകുളം നഗരം വലിയ തോതിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ വലിയ തോതിൽ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇന്ത്യയിലെ തന്നെ മറ്റ് പല പ്രധാനപ്പെട്ട സിറ്റികളും മെട്രോപൊളിറ്റൻ സിറ്റികളാക്കിക്കൊണ്ട് കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഭരണകൂടങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലയ്ക്ക്. അപ്പോൾ എറണാകുളം വേണമെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആക്കി. ഇപ്പം GCDയുടെ അതിർത്തിയുണ്ട്, ഇപ്പം മെട്രോപൊളിറ്റൻ കൗൺസിൽ തന്നെ ഉണ്ട്. ആ കൗൺസിലിൻ്റെ ആ അതിർത്തിയിലുള്ള പിന്നെ സ്ഥലങ്ങളുൾപ്പെടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാക്കി ഒരു കളക്ടറുടെ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാക്കുക. ബാക്കിയുള്ള റൂറൽ ഡിസ്ട്രിക്റ്റ് എറണാകുളം ഈസ്റ്റ് എന്നോ എറണാകുളം അതല്ലെങ്കിലും എല്ലാം കേന്ദ്രം മൂവാറ്റുപുഴ ആയിരിക്കണം. അതിൻ്റെ പേര് വേണമെങ്കിൽ മൂവാറ്റുപുഴ ജില്ല എന്നുള്ള പേരിന് മാത്രം മൂവാറ്റുപുഴ എന്നുള്ള വാക്ക് വേണമെന്ന് എനിക്കല്ലോ, പക്ഷെ അത് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചായിരിക്കണം ജില്ല ഉണ്ടാകേണ്ടത്. അപ്പോൾ എറണാകുളം ഇപ്പം ആളുകൾക്ക് എറണാകുളത്തിൻ്റെ പേരിനോട് വൈകാര്യതയുള്ള ആരെങ്കിലും, മൂവാറ്റുപുഴക്കാർക്കല്ല മറ്റുള്ള ചുറ്റുപാടുള്ളവർക്കുണ്ടെങ്കിൽ എറണാകുളം റൂറൽ എന്നാക്കാം, എറണാകുളം ഈസ്റ്റ് എന്നാക്കാം, എങ്ങനെ വേണേലാക്കാം. പക്ഷേ കേന്ദ്രം മൂവാറ്റുപുഴ ആയിരിക്കണം. കാരണം മൂവാറ്റുപുഴയാണ് അതിൻ്റെ സെൻറ്റർ. വലിയ പാരമ്പര്യമുള്ള വലിയ പിന്നെ ലെഗസിയുള്ള ഒരു സിറ്റിയാണ്, ഒരുപാട് പാരമ്പര്യമുള്ള സിറ്റിയാണ്. അതെ, മൂവാറ്റുപുഴക്കാർക്കും ഇതിനെപ്പറ്റി പറയുമ്പോൾ സാറിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇത് തന്നെയാണ് ആവശ്യം. അല്ല, മൂവാറ്റുപുഴ ഇത്തവണത്തെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇത് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഓണം ഫെസ്റ്റിവലിൻ്റെ പിന്നെ ഓണാഘോഷ പരിപാടികളുണ്ട്. അത് 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പ്രസംഗിക്കുന്നത്, ഞാൻ ഈ മൂവാറ്റുപുഴ ജില്ല വരാതെ നമ്മളിവിടെ രക്ഷപ്പെടില്ല. ആ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചപ്പോൾ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളുണ്ട്. നമുക്ക് ഒന്നിച്ച് പോകാമെന്നേ, നമുക്ക് ഒന്നിച്ച് നിന്നാൽ ബാക്കിയൊക്കെ രാഷ്ട്രീയമൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് ഇതിനു വേണ്ടി ഒന്നിച്ച് നിൽക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വളരെ വലിയ കയ്യടിയായിരുന്നു, വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. അപ്പോൾ അതിനെ തുടർന്നാണ് പിന്നെ MLA മുഖ്യമന്ത്രി വന്നപ്പം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വീണ്ടും ഒന്നുകൂടെ സൂചിപ്പിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി, കാരണം ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ ഒരു സാഹചര്യം കൂടുതൽ അനുകൂലമായിരിക്കുന്നത് ഈ കഴിഞ്ഞ പിന്നെ ബഡ്ജറ്റ് പിന്നെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പുതിയ ജില്ലകളും പുതിയ താലൂക്കുകളും രൂപീകരിക്കുന്നതിന് കമ്മീഷനെ നിയമിക്കുമെന്ന് പറഞ്ഞു.
അപ്പം പുതിയ ജില്ലയ്ക്ക് വേണ്ടി ഒരു കമ്മീഷനെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കും എന്ന് വന്നതുകൊണ്ട് ഇതിന് കൂടുതൽ ചർച്ച വന്നു, കൂടുതൽ പ്രാധാന്യം വന്നു. അത് ഇന്നലെ മുഖ്യമന്ത്രി വീണ്ടും ഊന്നി പറഞ്ഞു, അവിടെ കമ്മീഷൻ വരും, നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ ഞാനും ഉണ്ടാവും എന്നുള്ള നിലയിൽ. കാര്യം എറണാകുളം ജില്ല ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും അത് നമുക്കതിനെക്കുറിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. കമ്മീഷൻ വരട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അതാണ് ഇന്നത്തെ വലിയ വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സാധ്യതയാണ്. ഇപ്പം മലപ്പുറം ജില്ല ഡിവൈഡ് ചെയ്യണമെന്ന് ന്യായമായ ആവശ്യമാണ്. ന്യായമായ എത്രയാ പോപ്പുലേഷൻ, എത്രയാ സ്ഥലം കിടക്കുന്നത്, അത് ന്യായമായ ആവശ്യമാണ്. അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ഈസി ആവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഡിസ്ട്രിക്റ്റുകൾ വരട്ടെ, അതിനൊക്കെ നമുക്ക് അനുകൂലം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇപ്പോൾ മൂവാറ്റുപുഴ മാത്രം വേണമെന്നല്ല, വേറെ എത്ര വേണമെങ്കിലും വരുന്നതിന് നമുക്ക് വിരോധമില്ല. മറ്റു മൂവാറ്റുപുഴ വരണം, എൻ്റെ ആസ്ഥാനം മൂവാറ്റുപുഴ ആയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അത് ആ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. ഇപ്പം തന്നെ എറണാകുളം ജില്ലയ്ക്ക് ഈ PWDക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഉള്ളത്. പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് 2 ഉണ്ട്. ഒന്ന് മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, എറണാകുളം റൂറൽ പോലീസ് സ്റ്റേഷൻ. ഇപ്പോൾ എല്ലാ സംവിധാനവും ഉണ്ട്, 2 ഉണ്ട് ഇവിടെ. ഒരു ജില്ല തിരിക്കുക, ഇനി ഒരു ജില്ല ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഓഫീസുകളൊക്കെ അതിനോടനുബന്ധിച്ചൊക്കെ വന്നോളും, എല്ലാ കാര്യങ്ങളും വരും. അതുകൊണ്ട് മൂവാറ്റുപുഴയുടെ വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ പറ്റും. കാരണം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്, പിന്നെ ഹൈറേഞ്ചിൻ്റെ കവാടമാണ്, പിന്നെ ഈ എറണാകുളം നഗരത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് സിറ്റിയാണ്. ഇപ്പോൾ ഈ കൊച്ചി മെട്രോയൊക്കെ ഇപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ വന്നിട്ടുണ്ട്, അത് മൂവാറ്റുപുഴയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഒറ്റ സ്ട്രെയിറ്റ് റോഡാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് സ്ട്രെയിറ്റ് റോഡാണ് മൂവാറ്റുപുഴയ്ക്ക്. ആ സ്ട്രെയിറ്റ് റോഡിലൂടെ അങ്ങോട്ട് ഇതെന്താ കൊച്ചി മെട്രോ പോലും നമ്മൾ പിന്നെ ഓർക്കുന്നതിന് എത്രയോ വലിയ ഒരു ചേഞ്ചായിരിക്കും. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഡൽഹി മെട്രോയൊക്കെ അങ്ങനെ ഇപ്പോൾ ഡൽഹിയുടെ മുഴുവൻ സബർബുകളിലേക്ക് അത് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. ഇത് ഈ നഗരത്തിൽ മാത്രം കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടതല്ലല്ലോ, ഇത് ഒക്കെ അങ്ങോട്ടൊക്കെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ നഗരം അങ്ങോട്ട് കയറി കഴിഞ്ഞു. ഇപ്പം ഇവിടെ കടലാണല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് വളരാൻ പറ്റിയല്ലോ, ഇങ്ങോട്ടേ വളരാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ അങ്ങ് വളരാൻ തുടങ്ങി. ഇപ്പം പണ്ട് എന്തായിരുന്നു നമ്മുടെ കാക്കനാടൊക്കെ, ആ കാക്കനാടൊക്കെ ഒരു പട്ടിക്കാടായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. അതൊക്കെ എന്തൊരു വലിയ ഡെവലപ്മെൻറ്റ്, കൊച്ചി നഗരത്തെക്കാൾ വലിയ ഡെവലപ്മെൻറ്റാണ് പിന്നെ കാക്കനാട്. കാക്കനാടാണ് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികൾ. അവിടെ രാത്രി ഇല്ലല്ലോ, അവിടെ ഫുൾ അലേർട്ടാണ്, കംപ്ലീറ്റ് പിന്നെ ആക്റ്റീവാണ് ഫുൾ ടൈം. അപ്പോൾ അത് അങ്ങോട്ട് കയറി, അങ്ങോട്ട് ഇപ്പം അങ്ങോട്ട് പള്ളിക്കര അങ്ങോട്ടൊക്കെ കടന്നു കഴിഞ്ഞു. ഇപ്പം നഗരം അങ്ങോട്ട് ഇപ്പം പിന്നെ വീടുകളും കോളനികളും ഹൗസിങ് കോളനികളും വില്ലകളും എല്ലാം പള്ളിക്കര ആ മേഖലയിലോട്ടല്ലേ വരുന്നത്. അങ്ങോട്ട് കയറി മൂവാറ്റുപുഴക്കെട്ട് അങ്ങോട്ട് വളരെ എളുപ്പത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. അതെ, മൂവാറ്റുപുഴ ജില്ലയെ പറ്റി പറയുമ്പോൾ മുഖത്ത് വലിയൊരു സന്തോഷം. തീർച്ചയായിട്ടും. കാരണം അതെന്നെ ഞാൻ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള. ഇന്നും അതിൻ്റെ പിന്നെ അവിടെ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നതിനുള്ള കമ്മിറ്റിയുണ്ട്, പിന്നെ അതിനുള്ള സമിതിയുണ്ട്. ആ സമിതി അതിലൊക്കെ നമ്മൾ ആക്റ്റീവാണ്. അതുകൊണ്ടാണ്. അതെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. പ്രതീക്ഷയാണ്, അതുണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ എനിക്കുള്ളത്.